ഹലോ ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സാമ്പാറും പച്ചടിൻ്റെയാണ് കാണിക്കുന്നത്. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ സാമ്പാറിന് ആവശ്യമുള്ള സാധനങ്ങൾ ഉള്ളി, തക്കാളി, ക്യാരറ്റ്, വെണ്ടയ്ക്ക, വഴുതന, മത്തൻ, ഉരുളക്കിഴങ്ങ്, അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുണ്ടാവും. നമ്മൾ മുരിങ്ങക്കായ്, അങ്ങനെ പച്ചക്കായ് അങ്ങനെയൊക്കെ ഇടും, തക്കാളി ഒക്കെ ഇടും കേട്ടോ. അപ്പോൾ നമുക്ക് ഏകദേശം എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. എന്നാലും നമ്മൾ ഒരു ക്യാൻറ്റീനിൽ ഉണ്ടാക്കുന്ന രീതിയാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ മത്തനും ഉള്ളിയും കൂടെ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ തേങ്ങ വറുത്ത് എടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ആദ്യം ഒരു കായം ഇട്ടു, പിന്നെ നമ്മൾ തേങ്ങയിൽ പരിപ്പ്, ഉഴുന്നുപരിപ്പ്, സാദാ പരിപ്പ്, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇത്രയും ഉലുവ, ഇത്രയും സാധനങ്ങളാണ് ഇപ്പോൾ ഇതിലിടുന്നത്. ഇട്ട് നന്നായിട്ട് അതിനൊന്ന് വഴറ്റിയെടുക്കണം. വഴറ്റിയെടുക്കുമ്പോൾ അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കരിവേപ്പിലയും നമുക്ക് ഇടാം കേട്ടോ. അങ്ങനെ അത് ഇട്ടിട്ട് കുറച്ച് നന്നായിട്ട് കളറാവുന്ന സമയത്താണ് നമ്മൾ പൊടികളാണെങ്കിൽ മല്ലിപ്പൊടി ആയിക്കോട്ടെ, മുളക് പൊടി ആയിക്കോട്ടെ, അതൊക്കെ നമ്മൾ ചേർക്കുക കേട്ടോ. അല്ല മല്ലിയും മുളകാണ് പച്ചയ്ക്ക് ചേർക്കുന്നെങ്കിലും ആ സമയത്ത് തന്നെ, അതുപോലെ കുരുമുളകൊക്കെ നമ്മൾ ആ സമയത്താണ് ചേർക്കുക. നല്ല പൊടിയല്ലാതെ മല്ലി മുളക് ഇട്ട് ചെയ്യണമെങ്കിൽ ഇതിലും സൂപ്പറായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ പരിപ്പ് അവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ വെച്ച മത്തനും ഉള്ളിയും അതിൽ നമ്മൾ ക്യാരറ്റൊക്കെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതും ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കണ്ടോ, നല്ല ബ്രൗൺ കളറായി. അപ്പോഴാണ് നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇടുന്നത് കേട്ടോ. ഈ സമയത്ത് മുളക് പൊടിയും അപ്പോൾ നല്ല കളറായിട്ടുണ്ട്. പക്ഷേ ഇതാണ് കേട്ടോ നല്ല സാമ്പാറിൻ്റെ കറക്റ്റ് പരുവെന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പരിപ്പൊക്കെ ഒഴിച്ച് നല്ല, ഇപ്പോൾ നമുക്ക് ശരിക്കും തേങ്ങ ഒഴിക്കാത്ത സാമ്പാറായിട്ട് ഉപയോഗിക്കാം കേട്ടോ അതിനെ. പക്ഷേ ഇനി നമ്മൾ പുളി ഒഴിക്കും. പുളി ഒഴിച്ചതിന് ശേഷം ഞാൻ വീഡിയോയിൽ സ്കിപ്പായി പോയതാണ് കേട്ടോ. അപ്പോൾ പുളി ഒഴിക്കുക. പുളി ഒഴിച്ചതിന് ശേഷം തേങ്ങ ഒഴിച്ചിട്ട് നല്ല വറവിടണം കേട്ടോ. അതായത് കരിവേപ്പിലയൊക്കെ ഇട്ട് വറവിടണം. അപ്പോൾ നമ്മളിത് കരിവേപ്പിലയും കടുകൊക്കെ ഇട്ടത് പച്ചടിൻ്റെയാണ് ഇപ്പോൾ കാണിച്ചത്. പച്ചടിൻ്റെ നമ്മൾ വെള്ളരിയും പച്ചമുളകും ഉപ്പും കൂടി നന്നായി വേവിക്കുക. ആ വേവിക്കുന്ന സമയത്ത് കുറച്ച് തേങ്ങ കുറച്ച് മുക്കാലരവാകുന്ന സമയത്ത് അതിൽ കുറച്ച് കടുക് ഇട്ടിട്ട് അരച്ചിട്ട് ഈ വെള്ളരി വേവിച്ച് വെച്ചതിൽ നമ്മൾ ഇടുക. എന്നിട്ട് അതിന് ശേഷം കുറച്ച് തൈര് ആ ജാറിൽ തന്നെ അടിച്ച് തിളയ്ക്കാതെ, അതായത് തേങ്ങ നന്നായി തിളച്ച് പിടിച്ചോട്ടെ. അതിന് ശേഷം ഈ തൈര് അതിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, തൈര് അതിലേക്ക് ഒഴിച്ചതിന് ശേഷം അപ്പം തന്നെ ഓഫ് ചെയ്യുക, വറവിടുക കേട്ടോ. അങ്ങനെയാണ് ചെയ്യുക. വറവിടുമ്പോൾ മുളകും കരിവേപ്പിലയും കടുകുമാണ് നമ്മളിടുക കേട്ടോ. അപ്പം നമ്മൾ വീഡിയോ പറഞ്ഞ് എനിക്ക് ഓടിയെത്താത്തത് കൊണ്ടാണ് ഞാൻ എൻ്റെ കയ്യിലുള്ള കുറച്ച് വീഡിയോസൊക്കെ ഇട്ട് ആ ചിരിമുട്ട നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നല്ല നല്ല ടേസ്റ്റ് ഉള്ളതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ എടുത്തിട്ട്, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇന്ന് ഒരു ക്യാൻറ്റീനിൽ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള ഞാൻ പഠിച്ച 2 സാധനങ്ങളാണ് കേട്ടോ. സാമ്പാർ പല ആളുകളും പല ടൈപ്പിലായിരിക്കും ഉണ്ടാക്കുന്നുണ്ടാവുക. ഇപ്പം ഞാൻ ഉണ്ടാക്കുന്ന രീതി അല്ല ഇപ്പം ഞാൻ ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഇതൊരു ക്യാൻറ്റീനിൽ എങ്ങനെയാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓരോ ആളുകളും ഓരോ രീതിക്കായിരിക്കും ഭക്ഷണം ഉണ്ടാക്കുക. എന്നാലും ഇത് ക്യാൻറ്റീനുകളിലും നമ്മൾ ഒരു ഹോട്ടലുകളിലൊക്കെ ഉണ്ടാക്കുന്ന രീതിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എല്ലാവരോടും ബൈ ബൈ.